ബിഗ് ബോസ് മലയാളം സീസൺ 7 മിഡ് നൈറ്റ് പ്രോമോ അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. കിടിലൻ പ്രോമോ വന്നിട്ടുണ്ട് കേട്ടോ. ഫാമിലി വീക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫസ്റ്റ് പ്രോമോയാണ് വന്നിരിക്കുന്നത്. അനീഷിന്റെയും അതേപോലെ തന്നെ ഷാനവാസിന്റെയും കുടുംബങ്ങൾ ബിഗ് ബോസ് ഹൗസിലേക്ക് പ്രവേശിക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത പ്രോമോയാണ്. ആദ്യം തന്നെ ഷാനവാസിന്റെ ഭാര്യ അതേപോലെ തന്നെ ഷാനവാസിന്റെ മോള് ഇവര് ബിഗ് ബോസ് ഹൗസിനകത്തേക്ക് പ്രവേശിക്കുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. ആട്ടുതൊട്ടിൽ ആ ഒരു സോങ് ആണ് കേട്ടോ. ആ ഒരു സോങ്ങിന്റെ അകമ്പടിയോടെ രണ്ടുപേരും ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ് അനീഷിന്റെ അമ്മയും അതേപോലെ തന്നെ അനിയനും ബിഗ് ബോസ് ഹൗസിനകത്തേക്ക് പ്രവേശിക്കുന്നത്. പക്ഷെ ഇതിനകത്തൊരു ട്വിസ്റ്റ് ഉണ്ട്. എന്താണ് ട്വിസ്റ്റ് എന്നല്ലേ പറയാം. അനീഷും ഷാനവാസും ആക്ടിവിറ്റി ഏരിയയിൽ ലോക്ക്ഡ് ആണ്. ഇവര് ആക്ടിവിറ്റി ഏരിയയിൽ ബിഗ് ബോസ് പൂട്ടിയിട്ടിരിക്കുകയാണ്. എന്നിട്ട് ബിഗ് ബോസ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബാംഗങ്ങളെ കാണണം എന്നുണ്ടെങ്കിൽ കുറച്ച് കടമകൾ പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യം. എന്നുവെച്ചാൽ അവര് ടാസ്ക് ചെയ്യണം. ടാസ്ക് ചെയ്യുന്നതായിട്ട് പ്രോമോയ്ക്ക് അത് കാണിക്കുന്നുണ്ട്. ഇതൊരു പസിൽ ടാസ്ക് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അനീഷ് ഷാനവാസും കൂടി ആക്ടിവിറ്റി ഏരിയയിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യുകയാണ്. അപ്പൊ ഈ ഒരു ടാസ്കുകളുടെ ഈ ഒരു നിര കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമേ ഇവർക്ക് ആക്ടിവിറ്റി ഏരിയയിൽ നിന്ന് പുറത്തിറങ്ങി ഇവരുടെ കുടുംബാംഗങ്ങളെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അവരെല്ലാവരും തന്നെ കുടുംബാംഗങ്ങളും പിന്നെ ബിഗ് ബോസ് വീട്ടുകാരും എല്ലാവരും ഇരുന്ന് ആ ഒരു ലിവിംഗ് റൂമിലെ ടിവിയിലിരുന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവര് ടാസ്ക് ചെയ്യുന്നത് ലൈവായിട്ട് അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയാണ് ഈ ഒരു പ്രോമോ അവസാനിക്കുന്നത്. രണ്ടുപേരും വളരെയധികം ഇമോഷണൽ ആവുന്നുണ്ട്. കുടുംബങ്ങളെ ഇത്രയും ദിവസത്തിന് ശേഷം കാണുന്നതാണല്ലോ. അനീഷ് അമ്മേനെയും അനിയനെയും കണ്ട് വളരെയധികം ഇമോഷണൽ ആവുന്നുണ്ട്. പിന്നെ ഷാനവാസ് ഇമോഷണൽ ആവുന്നുണ്ട്. അപ്പൊ നാളെ എന്തായാലും ഒരു വളരെ സംഭവബഹുലമായ ഒരു ദിവസമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം ഇതിനിടയ്ക്ക് ഇങ്ങനെ ഒരു ടാസ്കും കൂടി ഒരു ട്വിസ്റ്റും കൂടി ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ട്വിസ്റ്റ് എന്താവുമെന്ന് കണ്ടറിയാം. ഇവര് ടാസ്ക് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ പുറത്തിറങ്ങാൻ പറ്റില്ലേ, ഇതൊന്നും അറിയത്തില്ല. ഇത് ഈ സീസൺ 7ന്റെ പണിയായതുകൊണ്ട് ഒന്നും പറയാനും പറ്റത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് സംഭവം. ജസ്റ്റ് ടി വി കൂടി കാണിക്കുകയുള്ളൂ. ടാസ്ക് ചെയ്തില്ലെങ്കിൽ, ടാസ്ക് പരാജയപ്പെട്ട ജസ്റ്റ് ടി വിയിൽ കാണിക്കുകയുള്ളൂ. ഇത് മത്സരം ഉണ്ടോ അനീഷ് ഷാനവാസും തമ്മിൽ, ഇതൊന്നും അറിയത്തില്ല. ഇത് നാളെ ലൈവിൽ കണ്ടാൽ മാത്രമേ ഇതിന്റെയൊക്കെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് അറിയാൻ പറ്റത്തുള്ളൂ. ഇതൊക്കെയാണ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളും കാര്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.